വേണം ഇവിടുത്തെ പഞ്ചായത്ത് കുളം ക്ലീൻ ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റോഡ് കാര്യങ്ങൾ, പിന്നെ നിർദ്ധനരായിട്ടുള്ള 3 പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു വിടണം. നിങ്ങൾക്ക് പ്രാന്താണോ? ഈ ചാവാൻ പോണ അല്ലെ ചത്ത് കഴിഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാൻ ഇവിടെ? അയ്യോ, ഞാൻ പറയുന്ന അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രിപ്പ് കിട്ടാത്തത്. അല്ല, അതായത് ഉത്തമ, ഞാൻ പറയാം. അതായത് ഉത്തമ, ഇപ്പൊ ഉദാഹരണത്തിന് ഉത്തമ മരിച്ചു കഴിഞ്ഞിട്ട് ഉത്തമന്റെ കണ്ണുകൾ ആർക്കെങ്കിലും ദാനം ചെയ്ത ആ കണ്ണുകളിൽ കൂടെ ഉത്തമ ഈ ലോകം കാണും. അടിപൊളി. എന്റെ ശരീരത്തിൽ കണ്ണിരുന്നിട്ട് കണ്ട കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ കൊള്ളിയല്ല. അപ്പോഴാണ് ഇത് വേറൊരു ശരീരത്തിൽ ചെന്ന് കാഴ്ച കണ്ടിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്നേ. അയ്യോ, കണ്ണു വേണോ? ഞാൻ പറഞ്ഞത് മനസ്സിലായിരുന്നോ? എനിക്ക് മനസ്സിലായി. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? അതായത് ഉത്തമ, ഈ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണല്ലോ എന്നാണ് മാഡം ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇത്ര നേരം പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ഈ കാര്യം അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ കണ്ണ് മാത്രമല്ല, എന്റെ ശരീരത്തിന് എന്തൊക്കെ ദാനം ചെയ്യാൻ പറ്റും അതെല്ലാം ദാനം ചെയ്യണം. പക്ഷെ മീശ മാത്രമേ കൊടുക്കൂല. അതാർക്കും വേണ്ടല്ലോ. അല്ലാതെ മരിച്ചു കഴിയുമ്പോ ഞാനന്ന് മനസ്സിലാവൂല മീശ. അത് കളയണ്ട. അതേ ഉത്തമ, നീ മരണശേഷമാണ് മഹാനാവാൻ പോകുന്നത്. അമ്മാവന്റെ ആ ഒരു കാര്യം പറ്റേ, അമ്മാവൻ പോയിട്ട് നല്ലപോലെ തലയിൽ എണ്ണ വെച്ചിട്ട് കുളിക്ക്, ഒന്ന് തണുക്കട്ടെ. മാഡം പറഞ്ഞ കാര്യമൊക്കെ ഇനി മനസ്സിലായി കേട്ടോ. ഞാൻ ചെയ്തോളാം, എന്താന്ന് വെച്ചാ. ഉത്തമൻ ഇപ്പോഴാണ് ഉത്തമനായത്. അക്ക എന്താ ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് വിഷമിച്ചിരിക്കുന്നേ? ഇനി എനിക്ക് എത്ര കാലം ഇങ്ങനത്തെ സാരിയൊക്കെ ഉടുക്കാൻ പറ്റാന്ന് ആലോചിക്കായിരുന്നു. അതെന്താ? മാമാവൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ വെള്ള സാരിയല്ലേ ഉടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ അങ്ങനെ അക്ക ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിക്കാതെ ഒന്നും വേണ്ട, ഒന്നും സംഭവിക്കില്ല, വിഷമിക്കല്ല കേട്ടോ. എന്നാലും മാമാവുടെ കാര്യം ആലോചിക്കുമ്പോഴേ ഒന്നും ഇല്ല എന്റെ അക്ക. ഇനിയിപ്പൊ അക്കയ്ക്ക് അത്ര വിഷമാണെങ്കില് ഒരു ദിവസം 3 സാരി വെച്ച് മാറി മാറി എടുത്തോ, ആഗ്രഹം തീരട്ടെ. ഷാഹിന, അല്ല, ഞാൻ അക്കയുടെ വിഷമം കണ്ടോണ്ട് പറഞ്ഞതാ. പിന്നെ ഞാൻ ഈ ഫോണൊന്നും ഇവിടെ കുത്തിയിട്ടോട്ടെ. അല്ല, എന്റെ റൂമിലെ പ്ലഗ് പോയിന്റ് കേടാ, അതുകൊണ്ടാ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിങ്ങളെ വീട് തന്നെ. അയ്യോ, അങ്ങനെയല്ല. അക്ക ഉത്തമേണ്ടല്ലേ ഇപ്പൊ ഈ റൂമിൽ താമസിക്കുന്നേ. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് കുത്തിയിടുന്നല്ലേ എന്റെ ഒരു മര്യാദ വിട്ട് വേറൊരു പരിപാടിക്ക് ഈ ഷാഹിനെ കിട്ടത്തില്ല. ഇതിപ്പോ സാറാമ്മയോടായിരുന്നു ഈ മുറി താമസിക്കുന്നെങ്കിൽ ഞാൻ മാഡത്തിനോട് ചോദിച്ചിട്ടേ കുത്തിയിടുള്ളായിരുന്നു. ഞാൻ ഒന്ന് കുത്തിയിട്ടോട്ടെ. ഈ അമ്പിളിക്ക് എപ്പോഴും വിളിക്കും, അതാ പെട്ടെന്ന് ചാർജ് തീർന്നു പോവേ. അത് സ്നേഹം കൊണ്ടല്ലേ ഷാഹിന. എന്നാ പിന്നെ അക്കയുടെ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോന്നേ. ഉത്തമേട്ടാ, സുഖാണോ? ഈ അസുഖമായിട്ടിരിക്കുന്ന എന്റെ മുഖത്ത് നോക്കി സുഖമാണോ എന്ന് ചോദിക്കാൻ എങ്ങനെ മനസ്സ് വന്നു ഷാഹിന? അയ്യോ, ഞാൻ അത് പെട്ടെന്ന് മറന്നുപോയി. ഉത്തമേട്ട എന്നാ ചെന്ന് കിടക്ക്. ശരി, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. അക്ക, ഇതാ ഉത്തമേട്ടൻ വരുന്നു, നോക്കിക്കോണേ. ഇവിടെ എല്ലാരും വിശ്വസിച്ച്. അതെ, ഈ ഐഡിയ ഞാൻ ആദ്യം പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞ വർക്കൗട്ട് ആവില്ലെന്ന്. ഇപ്പൊ മരിക്കാൻ പോണ രോഗിയെന്ന് പറഞ്ഞപ്പോഴേ സ്നേഹമെന്നറിയോ? മനസ്സിലായോ സാറേ? ചോദിച്ച തരാൻ എന്റെ അമ്മയാ. മനസ്സിലായി. തെണ്ടി കള്ളച്ചോറ് നിന്നിട്ടേ ഒരു പണിക്ക് പോകട്ടെ, ഇവിടെ വിശ്രമിക്കാനാ എന്റെ ആഗ്രഹം. പോയിട്ട് 2 കൂട്ടത്തിനും ഞാൻ എല്ലാവരോടും സത്യം തുറന്ന് പറയട്ടെ. വേണ്ട പുണ്ണി, അതിനൊന്നും ഇപ്പൊ നിൽക്കരുത്.
അപ്പൊ ഇപ്പൊ എന്തായാലും വലിയൊരു നുണക്കതൊക്കെ ഉണ്ടാക്കി നമ്മളൊക്കെ പറ്റിച്ചിട്ട് അങ്ങോട്ട് കഴിയാനുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ അവന്റെ നാടകം അങ്ങോട്ട് തുടരട്ടെ. അമ്മവ അവൻ ഈ തറവാട് അടിച്ചു മാറ്റി പോകൂട്ടാ. എന്റെ പങ്കിയമ്മ അത് ശരിയാ. വെറുതെ ഇവിടെ വിശ്രമിക്കാൻ വന്നൊന്നും ആയിരിക്കൂല. കൂടെ ലക്ഷ്യം കാണും മനസ്സില്. അവന് വേറെ ഗൂഢലക്ഷ്യമൊന്നുമില്ല. അവന്റെ ഗൂഢലക്ഷ്യം എന്താ വെച്ചാൽ ഈ അസുഖത്തിന്റെ നുണക്കഥയും പറഞ്ഞിട്ട് അപ്പച്ചിയുടെ കയ്യിൽ നിന്നും നമ്മള് ബന്ധുമിത്രാദികളുടെ കയ്യിൽ നിന്നൊക്കെ അത്യാവശ്യം കാശടിച്ചു മാറ്റണം. അതന്നെ അവന്റെ ലക്ഷ്യം. അപ്പോ അവന്റെ ലക്ഷ്യത്തിലൂടെ അവൻ അങ്ങോട്ട് യാത്ര തുടരണം. അതന്നെ അവന്റെ ലക്ഷ്യം. അപ്പോ അവന്റെ ലക്ഷ്യത്തിലൂടെ അവൻ അങ്ങോട്ട് യാത്ര തുടരട്ടെ. നമ്മളൊക്കെ പൊട്ടന്മാരെന്നാ അവന്റെ വിചാരം. അങ്ങനെ ഒരു വിചാരം അവനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിനക്കും നല്ല പങ്കുണ്ട് കേട്ടാ പുണ്യേ. അപ്പൊ അമ്മാവന് വലിയ ബുദ്ധിയല്ലേ? ഇവിടെ ഷാഹിന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിയോണ്ടപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ അതറിയോ? അതെ, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത് എന്നെ പുകഴ്ത്തുന്നതൊന്നും നിർത്ത്. അമ്മാവാ, ഉത്തമേട്ടന്റെ അടുത്ത നീക്കങ്ങളെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു ചെറുക്കണം. കുട്ടി, അവൻ എന്തായാലും ഇങ്ങനെ വലിയൊരു നുണക്കഥയൊക്കെ ഉണ്ടാക്കി നമ്മളെ പറ്റിച്ചതാണല്ലോ. അപ്പൊ അവൻ അതങ്ങനെ അങ്ങോട്ട് തുടരട്ടെ. ഒരു യഥാർത്ഥ അസുഖക്കാരനാണെന്ന നിലയ്ക്കുള്ള എല്ലാ തരത്തിലുള്ള ഒരു പരിഗണനയും അവന് നമ്മൾ കൊടുക്കണം. അതായത് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും നമ്മൾ കൊടുക്കണം, അങ്ങനെയാണോ? അതന്നെ. അങ്ങനെ അവന്റെ നാടകം അങ്ങോട്ട് തുടരട്ടെ. ഏതുവരെ അവൻ പോകുന്ന നമുക്ക് നോക്കാലോ. യഥാർത്ഥ മെഡിക്കൽ മിറാക്കിൾ എന്താണെന്നേ അവൻ അറിയാൻ പോണേ. എടാ ഉത്തമ, നീ എനിക്ക് ഏതാണ്ട് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്ത് ഒന്നുമില്ല. പോടാ, ചുമ്മാ നീ പറയ. അതില്ല. എന്താണ് അമ്മയും മോനും ഞങ്ങൾ ആരും അറിയാതെ ഒരു ഇടപാട്? അല്ല, അത് വേറൊന്നും അല്ല. ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്റെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യും. ആണോ? അല്ല ഉത്തമേട്ടാ, ഈ അസുഖം ബാധിച്ച് മരിച്ചവരുടെ അവയവങ്ങളെ അങ്ങനെ ദാനം ചെയ്യാൻ പറ്റുമോ? അല്ല, കൊറേയൊക്കെ എടുക്കും. അവര് തുറന്നു കാണുമ്പോഴത്തേക്ക് നല്ലത് നോക്കി അവർ ചെകഞ്ഞെടുക്കും. എന്നിട്ട് അതൊക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഈ എന്റെ അവയവങ്ങൾ കൊടുത്തു കഴിയുമ്പോണ്ടല്ലോ വലിയൊരു എമൗണ്ട് കിട്ടും. അത് ഞാൻ എന്റെ അമ്മയുടെ പേരിൽ വിൽപ്പത്രം എഴുതി വെച്ചേക്ക്. നീ വിൽപ്പത്രം എഴുതിയോ? പിന്നെ സമയം കിട്ടിയപ്പോ അത് എഴുതി. ഇല്ലെങ്കിൽ ഞാൻ ചത്തു കഴിയുമ്പോ നിങ്ങൾ തെക്കോട്ടും വടക്കോട്ടും കിടന്ന് ഓടേണ്ടി വരും. അത് ശരിയാ. എന്തിനാ മക്കളെ നീ അമ്മയോട് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്നത്? അമ്മ മിണ്ടണ്ട, ഇതൊരു മകന്റെ കടമയാണ്. അത് ചെയ്തില്ല എനിക്ക് സമാധാനം മരിച്ചു പോകാൻ പറ്റും. അവിടെ പോയ സമാധാനം കിട്ടുമോ? അപ്പൊ ഉത്തമേട്ടൻ പറയുന്ന അനുസരിച്ച് അപ്പച്ചിക്ക് വലിയ എന്തോ വരാനുണ്ട്. വലുത് വരാനുണ്ടെന്നോ? അല്ല, അങ്ങനെയല്ല, അപ്പച്ചിക്ക് വലിയൊരു തുക വരാനുണ്ടെന്ന്. തുക വലിയ എമൗണ്ട് അല്ലേ? ഇത്ര അവയവങ്ങൾ പോണല്ലേ? അതെ അതെ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു എഴുത്തുകുത്തിന് വേണ്ടിയിട്ട് ഒരു 5000 രൂപ ചെലവുണ്ട്. അത് അമ്മ എനിക്ക് തന്നെ. അല്ല, 5000 രൂപയ്ക്കാവും ഇതിനൊക്കെ? പിന്നെ കിഡ്നി 2 ഉണ്ടല്ലോ, ബാക്കി എല്ലാത്തിന്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാ അവയവത്തിന്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് കഴിഞ്ഞു, കാശിന് കഴിഞ്ഞു. കിഡ്നി 2 ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ സംഭവം ഇങ്ങനെ ആയിരുന്നു. അപ്പൊ കിഡ്നിക്ക് കാശ് കഴിഞ്ഞില്ല. അതിന്റെ ഒരു 5000 കൂടി കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. ബാക്കി ഇത്രയും പൈസ നമുക്ക് കിട്ടും. അല്ല, ഇതിപ്പം മരണശേഷം ഞങ്ങൾ ചെയ്താലും മതിയല്ലോ. അതല്ല, ജീവിച്ചിരിക്കുമ്പോ ഞാൻ ചെയ്താൽ എന്റെ അമ്മക്ക് വേണ്ടി ഞാൻ ചെയ്തെന്നാവൂലേ? അപ്പൊ ഞങ്ങൾ ചെയ്തെന്നല്ലേ ആവുള്ളൂ. അതിന് വേണ്ടിട്ട് ഇനിയിപ്പോ ഉത്തമേട്ടൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഉത്തമേട്ടനെ ഇപ്പൊ സമാധാനമായിട്ട് മരിക്കാൻ തയ്യാറെടുക്കുക, അതാ ഇപ്പൊ ചെയ്യണ്ടേ. അല്ല, നേരത്തെ ഷാഹിന മോൾ ഇങ്ങനെയല്ല പറയണ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്നെ സമാധാനിപ്പിക്കുമായിരുന്നു. അത് ഉത്തമേട്ടാ, എന്തായാലും സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഉത്തമേട്ട എന്തായാലും മരിക്കും. നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? അപ്പച്ചി, ഞാൻ കാര്യമുള്ള കാര്യമല്ലേ പറഞ്ഞേ. ഉത്തമേട്ടൻ തന്നെയല്ലേ നമ്മളോടൊക്കെ പറഞ്ഞേ. അതെ, അപ്പൊ ഈ 5000ന്റെ കാര്യം അത് ഞങ്ങളേറ്റും, ഞങ്ങൾ ചെയ്തോളാം കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നിങ്ങളേറ്റു. അത് നിങ്ങളേറ്റോ? കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവും മനസ്സിൽ. അപ്പൊ എന്തായാലും ഞാനിപ്പോ അമ്മയോട് ചോദിച്ചൊരു 5000 ഉണ്ടല്ലോ, അത് ഞാൻ അമ്മയോട് മേടിച്ചിട്ട് എനിക്ക് കുറച്ച് കടങ്ങൾ വീട്ടാണ്ട് മരിക്കും മുമ്പ് ഞാൻ അതൊക്കെ വീട്ടിക്കോട്ടെ. അയ്യോ, അത് പറ്റില്ല. മരണശേഷേ കടങ്ങളൊക്കെ ബന്ധുക്കളാ വീട്ടുന്നത്, അതാ പതിവ്. അല്ല, ഇതിപ്പോ ഞാൻ ഇല്ലാതെ നിങ്ങൾ ചെല്ലുമ്പോ അവര് പറ്റിക്കും നിങ്ങൾ. ഏയ്, അതൊന്നും പറ്റിക്കില്ല. മരിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഒരു ലിസ്റ്റ് എഴുതി തന്നാ മതി കടങ്ങളുടെ ഒക്കെ. അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് വീട്ടിക്കോളാം, ആരും പറ്റിക്കൂല. ആണല്ലേ? ഇതൊക്കെ ഓർത്ത് വെറുതെ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇല്ല, ഞാൻ ഓരോന്ന് തീർക്കണമല്ലോ നമുക്ക് അതിന്റെ. ഉത്തമേണ്ണേ, ഇപ്പൊ പോയി കിടക്ക്, കുറച്ച് കഴിയുമ്പോ ഭക്ഷണം കഴിക്കാൻ. പുണ്ണി ജയിച്ച് ബ്രേക്ക് ഊണ് കഴിക്കണ്ടേ? രാവിലെ കാപ്പി കൂടി കഴിച്ചപ്പോ തുടങ്ങിയ കളിയത് വയറ് കത്തുവാ. അതെ, വിശന്നിട്ട് കത്തുന്നൊന്നും ആയിരിക്കൂല, അപ്പൊ ഞാൻ അടികൊണ്ടിട്ടായിരിക്കും. അയ്യോ, അതെ, നീ കൈ വെച്ചേ. എടാ പുണ്ണി,
മരിക്കാൻ പോണ ഒരാളെ ഇങ്ങനെ ഗോലി കളിച്ച് തോപ്പിക്കണടാ. ഇവിടെ അച്ഛനും മോനൊന്നും ഇല്ല കേട്ടോ. അച്ഛനും മോനും അല്ല, ജീവിച്ചിരിക്കുന്നവനും മരിക്കണമെന്നും ഇല്ല. മുന്നിൽ എതിരാളി മാത്രമേ ഉള്ളൂ. ഉത്തമ, നീ കൈ വെച്ചേ. നീ എന്റെ കൈ കിട്ടുന്നു നോക്കിയേ. നീ അടിച്ചടിച്ച് ഇതിപ്പോ എക്സ്ട്രാ എടുത്ത സൂര്യൻ ഉദിച്ച പോലെ ഉണ്ടാവും. അതെ, ജയിക്കണം. തോറ്റാൽ അങ്ങനെയാണ്. തോറ്റാൽ 5 അടിയാണ് ഇവിടെ നിയമം. ആ നിയമം ഒന്നും തെറ്റിക്കാൻ പറ്റില്ല അല്ലേ? ഈ കളിക്ക് നീ ഒന്ന് വിട്ടുവീഴ്ച ചെയ്താ. ഒരു വിട്ടുവീഴ്ചയല്ല. ഉത്തമേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ പോയിരിക്കും. മാമ ഇത്തവണ കൂടെ മാമ ഇരിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം നീ ഇരുന്നോളൂ. അതല്ല, അടുത്ത കളിയിൽ മാമ കണ്ടിപ്പ ജയിക്കും. ചെല്ല്. ജയിക്കും. എടി, ഈ കളിയിൽ അവന് തോപ്പിക്കാൻ പറ്റില്ല. ഗോലി കളിയിൽ അവൻ സച്ചിൻ ടെണ്ടുൽക്കറാ. ഈ ഗോലികളെ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലൊക്കെ കളിയായിട്ട് വന്നിരുന്നെങ്കിലേ ഞാൻ ചാമ്പ്യനായനെ. ഈ സൂലാച്ചനാണോ നീ എടുത്തിട്ട് അടിച്ചത്? അങ്ങനെ ചോദിക്കമ്മ, എന്റെ കയ്യിരിക്കണണ്ട. അയ്യോ അച്ഛാ, അവൻ എന്റെ കൂടെ ഗോലി കളിച്ച് തോറ്റു. അതിന് ഞാനിട്ട് അടിച്ചതാണ്. ഗോലി കളിക്കാൻ പറ്റിയ രണ്ടുപേരുടെ ഒരു പ്രായം. അവന് മരിക്കണതിന് മുമ്പ് ഗോലി കളി കളിക്കണം ഭയങ്കര ആഗ്രഹം. അത് സാധിപ്പിച്ചു കൊടുത്താ. എനിക്കാ? നീയല്ലടാ എന്നെ വിളിച്ചു വിളിച്ചുകൂടെ കൊണ്ടുവന്നത്. ഞാനാ? ഇവനാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു. വെറുതെ കളഞ്ഞ പറയാ കേട്ടോ നീ. എന്തുവാ ഉത്തമ ഇങ്ങനൊക്കെ? എടാ, എവിടെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നാ പോരാ. ഇവിടെ ഞാൻ അടങ്ങി ഒതുങ്ങി കിടക്കായിരുന്നു. അവിടെ തന്നെ വലിച്ചോണ്ട് വന്നാ കൊടുക്കും. ഉത്തമ, അച്ഛാ, അച്ഛൻ എവിടെ പോയതാ? മോളെ, ഞാൻ അവന്റെ ജാതകം എടുത്തോണ്ട് ഈ ജോൾസിന്റെ അടുത്ത് പോയതാ. അപ്പൊ ഇവന് ഇനിയും കല്യാണം ആലോചിക്കണോ? എടാ, കല്യാണം കഴിപ്പിക്കാനല്ലെന്ന്, അവന്റെ അസുഖത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യോ അമ്മാവ, എനിക്കിപ്പോ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല എനിക്ക്. അസുഖമുണ്ട്. എന്റെ ജാതകത്തിന് ഒരു കുഴപ്പമില്ല. നല്ല ദീർഘായുസാണ്. ദീർഘായുസ നിനക്കോ? അല്ല, എഴുതി വെച്ചേക്കണം അങ്ങനെ കറക്റ്റ് ആയിട്ടാണ്. പക്ഷെ ഇപ്പൊ എന്തോ തട്ടുകേട് സംഭവിച്ചിട്ട് ഇങ്ങനെ ആയി പോയതാ. എന്നിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ അച്ഛാ? ഉണ്ട് മോളെ. മക്കളെ, ശാസ്ത്രം നിന്റെ മുന്നിൽ തോറ്റ സ്ഥിതിക്ക് ഇനി വിശ്വാസം കൊണ്ട് രക്ഷയുള്ളൂ. എനിക്ക് അമ്മാവന് വിശ്വാസം ഉണ്ടല്ലോ. എന്നാ ഞാൻ പറയുന്നത് കേക്ക്. ഈ മണിപ്പൂരിലെ ഒരു വലിയ ബാബയുടെ ആശ്രമമുണ്ട്. ഏത് ബാബുവിന്റെ? ബാബു അല്ലടാ, ബാബ. അവരെയൊക്കെ അങ്ങനെ വിളിക്കുന്നത്. ഒരു ഭയങ്കര മലയുടെ മണ്ടയ്ക്കാ ഈ ആശ്രമം നിൽക്കുന്നത്. നീ ഒരു 5001 പടി ചവിട്ടി ആ മലയുടെ മുകളിൽ ചെന്നാ നിന്റെ ഇപ്പോഴത്തെ അസുഖം എല്ലാം മാറുമെന്നാ ആ ജോത്സ്യൻ എന്നോട് പറഞ്ഞത്. അത് കൊള്ളാലോ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്ക് മണിപ്പൂർക്ക് പോവാം. ഉത്തമേണ്ണ 5001 പടിയേറുകയും ചെയ്യാം. എന്റെ പൊന്നു കൊച്ചേ, ഇതിന്റെ പകുതി സമയം വന്ന് എനിക്ക് ചത്ത് മൂളി ചെല്ലാനായിട്ട്. ഈ 5001 പടിയെ കയറി വരും വേണ്ടല്ല. ഞാൻ വല്ല അറ്റാക്കും വന്ന് എത്തും. മാമൻ എന്നെ കൊല കൊടുക്കാൻ കൊണ്ടുപോകണോ? ഉത്തമോ, വിശ്വാസം. അതെന്താണ്? മാമന് വല്ല കല്യാണവും സെറ്റായ? എന്റെ കല്യാണക്കാരൊക്കെ അവിടെ കിടക്കട്ടെ. അതിനേക്കാൾ വലിയ കാര്യമല്ലേ നിന്റെ അസുഖത്തിന്റെ കാര്യം. ഇത് സന്തോഷമുള്ള കാര്യമല്ലല്ലോ മങ്കി, ദുഃഖമുള്ള കാര്യമല്ലേ. നിങ്ങൾക്ക് എന്താ ദുഃഖം? ഉത്തമന്റെ അസുഖം ഭേദമാക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. എന്നാൽ ഉത്തമന്റെ അസുഖം ഭേദമാക്കാൻ പറ്റും. അതിനുള്ളൊരു പോംവഴിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡൽഹിയില് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ പശുപതി, അദ്ദേഹവുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇതപ്പോ ഈ അടുത്ത സമയത്ത് 2 രോഗികളെ ഇതേപോലെ ഉത്തമന്റെ പോലത്തെ അതേ അസുഖമുള്ള 2 പേരെ രക്ഷപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുകയാണ്, ഉത്തമന്റെ അസുഖം ഞാൻ ഭേദമാക്കി തരാം. പിന്നെ അത് വല്ല വ്യാജ ഡോക്ടറായിരിക്കും. വ്യാജ ഡോക്ടർ എങ്ങനെയാവണത്? അതാണ് നല്ല അസല ഡോക്ടറല്ലേ. വെറുതെ ആണോ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ ആവണത്? പക്ഷെ പേര് കേൾക്കുമ്പോ അറിയാം അതൊരു വ്യാജ ഡോക്ടറാണ്. എന്തായാലും നിന്റെ ഡോക്ടർ എന്താ മുത്തുവേൽ പാണ്ഡ്യല്ലേ? അതെ. അതിനേക്കാൾ നല്ല ഡോക്ടർ പശുപതി കേട്ടോ. അതെ, ഇദ്ദേഹം ആപ്പൂപ്പ ഡോക്ടർ അല്ല. തലച്ചോറ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണ ആളാ. എന്റെ തലച്ചോറാ? നിന്റെ എന്നുള്ളതല്ല, നിന്നെ പോലെ അസുഖമുള്ള ആരുടെ തലച്ചോറ് അയാൾ മാറ്റിവെക്കും. ഭംഗി, ദൈവം എന്റെ വിളി കേട്ടു. എനിക്കറിയാമായിരുന്നു എന്റെ ദൈവം എന്തെങ്കിലും ഒരിക്കൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. അമ്മ ഇതെന്തറിഞ്ഞിട്ട് ഈ വർത്താനം പറയണത്? ഒരു ഡോക്ടർ പശുപതി ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്നേ. അങ്ങനെ പറയല്ലോ ഉത്തമ. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പോലുള്ള 2 രോഗികളെയാണ് അയാൾ ചികിത്സിച്ച് ഭേദമാക്കിയത്. 2 പേരെ. ഇത് വെറുതെ എന്തിനാണ്? ഞാൻ ഇങ്ങനെ അങ്ങ് പൊക്കോട്ടെ. വെറുതെ എന്തിനാണ് എന്നെ ചികിത്സിക്കാനായിട്ട് ഈ കാശൊക്കെ മുടക്കേണ്ടത്? ഒരു ആവശ്യമില്ല. കാശിന്റെ കാര്യത്തിലൊന്നും നീ ഇടപെടണ്ട. ഇത് പാർട്ടിയാണ് ഇടപെട്ടിരിക്കുന്നത്. ഡൽഹിയിലുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പിടിപാടെന്താന്ന് നിനക്കറിയോ? 10 പൈസ ചെലവാക്കണ്ട. കൊണ്ടുപോയി തല അങ്ങോട്ട് കൊടുത്താൽ മതി. ബാക്കി എല്ലാവരും ചെയ്യും. ചികിത്സ കഴിഞ്ഞിട്ട് ചിലപ്പോ പോക്കറ്റ് മണി വരെ തരും. പക്ഷെ ഞാനത് മേടിക്കില്ല. അത് നമുക്ക് മാന്യത കുറവാണ്. ആ മുട്ട തിന്നാനുള്ള ഫ്ലോയും പോയി. കഴിച്ചോ. മുട്ടത്തലയുള്ള ആർക്കും എപ്പോ വേണമെങ്കിലും മുട്ട കഴിക്കാം.
പോയാൽ തട്ടിപ്പോവില്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, തട്ടിപ്പോവില്ല. ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല് ഈ പൈസയൊക്കെ ഉത്തമന്റെ അക്കൗണ്ടിലേക്ക് വന്നാലേ പിന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആകെ പടൊരു വള്ളിക്കെട്ടാവും. ഇതിപ്പോ ഉത്തമന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക എടുത്തിട്ട് ബാക്കി വരുന്ന തുക നമ്മൾ ഇവിടുത്തെ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. അല്ല, ഈ ചാരിറ്റി എന്ന് പറയുമ്പോഴേ ഇത് തമിഴ്നാട്ടിലുള്ള കുറച്ച് പേർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മുനിയപ്പ, ഒരു ചെണ്ടപാണി, ഒരു മുത്തു, അങ്ങനെ പാവങ്ങളാ, കഷ്ടപ്പാടുള്ളവരാ. അല്ല, അത് നടക്കില്ല. നമ്മൾ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കഷ്ടപ്പാടുള്ള ആൾക്കാരുണ്ട്. അത് നടക്കില്ല. മുനിയപ്പയുടെ ഇടപാട് നടക്കൂലട്ടോ. ഒത്തുവേട്ടാ, അപ്പൊ പ്രിപ്പയർ ആയിരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഒളിമ്പിക്സിന് പോവുകയാണല്ലോ. അയ്യോ അതല്ല, നമുക്ക് തല വെട്ടി പൊളിക്കണ്ടേ? നിർത്ത്, ഓപ്പറേഷൻ അത് മതി. ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷൻ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ആയിക്കോട്ടെ. ഞാൻ ഫോട്ടോ ഇപ്പൊ തന്നെ എനിക്ക് സെൻഡ് ചെയ്യണേ. ഫ്ലെക്സ് ഇപ്പൊ തന്നെ അടിക്കാൻ പോണം. അത് മതി. അതെ, ഇവര് ശരിക്കും എന്റെ തല വെട്ടിപ്പൊളിക്കുന്നു തോന്നണത്. കണ്ടിപ്പാ. അങ്ങനെ പറയല്ലേ, അങ്ങനെ നടക്കില്ലെന്ന് പറ. ഞാൻ അങ്ങനെ പറഞ്ഞാലും അവർ ഉറപ്പായിട്ടും തല വെട്ടിപ്പൊളിക്കും. അയ്യോ, ഓപ്പറേഷൻ ചെയ്ത് ഒന്നല്ലേ ജീവിക്കും, അല്ല ചത്തുപോകും. ഇതല്ലെങ്കിൽ വർഷങ്ങളോളം കിടക്കുന്ന പറയണം. അയ്യോ, എന്താ ഇതിപ്പോ എവിടെ നിന്ന്? എന്തുത്തമാ? ഒന്നുമില്ല, ഞാൻ ഈ കാക്കയെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. അത് മജിക്കാക്കനെ? അല്ലല്ല, പറക്കണ കാക്ക. അതിനെന്തിനാ നീ ഇപ്പൊ നോക്കണേ? അതൊക്കെ സമയം പോലെ ഞങ്ങൾ വിളിച്ചു വരുത്തില്ലേ. ഒക്കെ മരണശേഷം വേണ്ടുള്ളേ. ക്രിയകളൊക്കെ കഴിഞ്ഞ് കൈയൊട്ടുമ്പോ അത് വന്നോളൂ. ഒന്നും പ്രശ്നമുള്ള കാര്യമൊന്നല്ല. എന്താ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല, പക്ഷെ അതല്ലേ നമ്മള് മരണം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നതിന് ഇന്ന കാരണം എന്നില്ല. നീ പറഞ്ഞതിനനുസരിച്ചിട്ടേ അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഒരു അസുഖം ഇപ്പൊ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ അത് സത്യാണ്, എപ്പോ വേണമെങ്കിലും സംഭവിക്കാലോ. അമ്മാവാ, ഒരു പൂജ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതിപ്പോഴല്ലോ, മരണശേഷമല്ല. അത് ഞങ്ങൾ ചെയ്യാം. കർമ്മം ചെയ്യണ കാര്യമല്ല, എന്റെ അസുഖം മാറാനായിട്ട് ഈ ഓപ്പറേഷൻ പോലെ ഒരു പൂജ ചെയ്താലോ? ഈ എന്ത് ഭ്രാന്ത ഈ പറയണേ ഉത്തമ? പൂജയൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും അസുഖം എവിടെയെങ്കിലും മാറിയിട്ടുള്ള എന്ന് കേട്ടിട്ടുണ്ടോ? സിനിമയിലുണ്ടല്ലോ. സിനിമക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റാതെ നമ്മുടെ കയ്യിലെ കാശ് പിടിച്ചു നോക്കിയാന്നല്ലാതെ അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇതിപ്പോ മരണം എന്നുള്ളത് നമ്മള് തീരുമാനമായിട്ടുണ്ടെങ്കിൽ അതിനോട് എടുക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതെ, ഡോക്ടർ പറഞ്ഞ ചിലപ്പോ രക്ഷപ്പെടുന്നില്ല പറഞ്ഞു. ചിലപ്പോഴല്ലേ, ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതേ, ഓപ്പറേഷൻ ഒന്ന് അങ്ങോട്ട് കഴിയട്ടെ, എന്നിട്ട് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാലോ. അല്ല, രക്ഷപ്പെട്ടിട്ടല്ല, എന്നാലൊരു എന്തായാലും ചാവും. അപ്പൊ പിന്നെ അതിന് മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടൊരു പരീക്ഷണം, ഇത്രേ ഉള്ളൂ. ചിലപ്പോ ഈ കോമ സ്റ്റേജിലൊക്കെ അങ്ങനെയും കുറെ കാലം കിടക്കാൻ പറ്റുള്ളൂ, നമുക്ക് മരിക്കില്ല. അപ്പൊ നമുക്ക് കിടന്നോണ്ടാണെങ്കിൽ കുഴപ്പമില്ല. വെള്ളം ഇറക്കാൻ പറ്റില്ല, തുള്ളി വെള്ളം ഇറക്കാൻ പറ്റില്ല. അതൊക്കെ പൈപ്പ് വഴിയാ നമുക്ക് രുചിക്കാനോ ആ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും കിടക്കാം, ഇങ്ങനെ ചാവാണ്ട് കിടക്കാലോ. അന്നേരം ഞാൻ ഇങ്ങനെയായിരിക്കും വന്ന് നിൽക്കുന്നത്. അതെ, ചത്ത് കിടക്കുന്ന നിനക്ക് കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ടാർപോളിയും പെടുന്ന കസേര ഇടുന്ന തിരക്കിലായിരിക്കും. അതെ അതെ അതെ. അപ്പൊ ഞാൻ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്, നീ കണ്ടോ കേട്ടോ. നന്നായിട്ടുണ്ട്. അല്ലടാ, അത് പോട്ടെ, ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ എന്തായി? അതൊന്നും നടന്നില്ലത്. നമ്മുടെ ചന്ദ്രൻ അമ്മൂമ്മ മരിച്ചുപോയി. 3-4 ദിവസം ഞാൻ അവിടെയല്ലായിരുന്നു. അയ്യോ, അവര് മരിച്ചാ? കഷ്ടം. കഷ്ടം. അമ്മൂമ്മ മരിച്ചിടത്തേ 100-150 കസേര ഇരിപ്പുണ്ട്. അത് മതിയാവോ ഇവിടെ? അത് മതിയെന്നേ. അതെന്നെ വർത്താനം പറയുന്നത്. ഞങ്ങളുടെ ഷാപ്പിലെ കൂട്ടുകാർ തന്നെ 50 പേരില്ലേ. ആണോ? അയ്യോ, ഒന്നൊരു 10-250 വേണം. കാരണം ഇവന്റെ വൈഫിന്റെ ആളുകളും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ചിലർ കുറച്ചു പേര് വന്നാലേ. പിന്നെ അല്ല അമ്മാവ, ഇത് ഏത് ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞു? നിന്റെ മരണശേഷമുള്ള കാര്യങ്ങളാണ് ഈ പറയണത്. എന്താ നീ വെറുതെ വായം പൊളിച്ചിരിക്കണോന്ന് അറിയാത്ത പോലെ? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് അത് കിട്ടിയില്ല എന്ന് പറയാൻ നിൽക്കരുത്. അല്ല അമ്മാവ, ഇപ്പോഴത്തെ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തപസിരിക്കുന്ന മഹർഷിയുടെ അവസ്ഥയെ എനിക്ക് ചുറ്റും എന്തൊക്കെ നടക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എനക്കിപ്പോ ചുറ്റും നടത്താൻ ആൾക്കാരുണ്ടല്ലോ, അതെന്നെ ആശ്വസിക്കും. അപ്പോ 200 കസാര, അല്ല 250 കസാര. 250 കസേര. ആളുകൾ ആവശ്യാനുസരണം വന്ന് ഇരുന്നും കണ്ടൊക്കെ പോട്ടെ. ഒരു 3-4 ടാർപോളിയും പെടുത്താൻ വേണ്ടി വരും. വേണ്ടി വരും. പിന്നെ ഇപ്പോ ദഹിപ്പിക്കുകയാണെങ്കിൽ മാവെല്ലാം കണ്ടുവച്ചിട്ടുണ്ടോ? മാവറുണ്ട് ഇവിടെ, നമ്മുടെ പുറകിലുണ്ട് ഒരെണ്ണം. പക്ഷെ വേറെ കാര്യമില്ല, മാവാണ് ഇങ്ങനെ പുകഞ്ഞങ്ങ് നിൽക്കുള്ളൂ. ഗ്യാസാ നല്ലത്, അതാകുമ്പോ ചിക്കൻ പറഞ്ഞ് തീരും. ഗ്യാസ് നിനക്കേതാണ് ഇഷ്ടം, ഗ്യാസാണോ മാവാണോ? ഞാൻ തന്നെ പറയണത്. അല്ല, അതിന്റെ സ്വഭാവം അനുസരിച്ച് കരിയിലടിച്ചു കൂട്ടി കത്തിക്കേണ്ടതാണ്. അല്ല, പിന്നീട് ആത്മമായിട്ട് വന്നിട്ട് അത് കിട്ടിയില്ല അതൊന്നും ഇവിടെ നടക്കില്ല, അതൊന്നും നടക്കില്ല. എന്താ തൃപ്തിച്ച അതങ്ങോട്ട് പറഞ്ഞോ, പിന്നീട് നിന്റെ ശല്യം ഇവിടെ ഉണ്ടാവരുത്. അമ്മാവാ, ഈ സ്ഥലം മൊത്തം എത്ര സെന്റ് ഉണ്ട്?
നിനക്കതാ വേണമെങ്കിൽ 6 അടി മണ്ണല്ലേ വേണ്ടുള്ളൂ ഉത്തമ. അതല്ല അമ്മാവാ, ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് പറയാനായിട്ട് ഇവിടെ തന്നെ സ്ഥലം കിട്ടിയുള്ളൂ. ഇനി നിന്റെ ഒരു ഇഷ്ടം അറിയണ്ടേ? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോരോ ആൾക്കാർക്ക് ചത്താലും ജീവിച്ചിരുന്നാലും ഇല്ല ഒരു സഹായത്തിന് ആള്. ഇത് ജീവിച്ചിരിക്കുമ്പോ മുഴുവൻ സഹായം, അത് ചത്ത് കഴിഞ്ഞിട്ടുള്ള സഹായം കൂടി മുൻകൂട്ടി ചെയ്യാൻ തയ്യാറായിട്ട് കുറെ ആൾക്കാർ അതിന്റെ പിന്നാലെ. എന്നിട്ട് പറയണ വാക്ക് നോക്കി, നന്ദി വേണേ. മനസ്സിലാവുണ്ടോ? ശരിയാ. അപ്പൊ പങ്കയമ്മാവാ, ഒരു കാര്യം ചെയ്യാം. ഞാൻ ചന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് ആ കസേരയും ടാർപോളിയും പറഞ്ഞ കൊണ്ട് ഇങ്ങോട്ട് ഇറക്കാം. ഇപ്പൊ തന്നെ വേണോ? ഇപ്പം ടാർപോളിയും കെട്ടിയ ഒരു കൈസഹായത്തിന് ഇവരും ഉണ്ടാവും. ഞാനാ? പിന്നെ ടാർപോളിയും കെട്ടണ്ടേ? എന്റെ മരണത്തിനാ? പിന്നെ നിന്റെ കാര്യത്തിന് നീ എല്ലാവരും ഞങ്ങൾ നിൽക്കണം. അത് വേണ്ട, അത് വേണ്ട. അയ്യേ, അങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങളുടെ തറവാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാ വേണ്ട. അത് വേണ്ട. പിന്നെ ഞങ്ങളൊന്ന് ഡൽഹി പോയിട്ട് ഇവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവന്റെ ബോഡി കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ആലോചിക്കാം. അമ്മാവാ, അപ്പൊ ഞാൻ ചത്തത് നിങ്ങൾ ഉറപ്പിച്ചാ? നീ ചത്താലും ഇല്ലെങ്കിലും നിന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാ. പിന്നെ ഇപ്പൊ സൗകര്യം പോലെ അതിപ്പോ അങ്ങോട്ട് കൊണ്ടുവന്ന് കെട്ടിയാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് അവർ അടിയന്തരാകുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. വേറൊരു കാര്യം പറയാനുണ്ട്. ഇവൻ കേട്ടാ ശരിയാവില്ല. ഇപ്പൊ എന്റെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു താല്പര്യം ഇല്ലാത്തവനവൻ. പിന്നെ എന്തായാലും ഒരാഴ്ച കൊണ്ട് മരിക്കുമല്ലോ. അങ്ങനെ മരിക്കുകയാണെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എന്തിന്? അല്ല, ഉത്തമേട്ടൻ മരിച്ചു കഴിഞ്ഞാലേ അക്കൊരു ജീവിതം വേണ്ടേ? ചെറുപ്പല്ലേ, കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒന്ന് പോഷായിന, എനിക്ക് മാമ കടവുള് മാതിരി. മാമാക്ക് ഒന്നും സംഭവിക്കൂല. വേറെ ഏതെങ്കിലും കടകളെ കണ്ടുവച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഇല്ല, എനിക്ക് മാമ മട്ടും മതി. അങ്ങനെയാണെങ്കിൽ മരതകം എന്തും സഹിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാക്കിയെടുക്കണം, മനക്കരുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എന്നും സ്ത്രീകൾ കരുത്തരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ. ഇനിയിപ്പോ ഉത്തമം മരിച്ചാലും ഒറ്റയ്ക്കൊക്കെ ജീവിക്കണ്ടേ? ശക്തിയാകൂ. ഞാനും എന്റെ പാർട്ടി എന്നും മരതത്തിന്റെ കൂടെ ഉണ്ട്. ഞങ്ങളും ഉണ്ട്. വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇനിയുണ്ടോ ഈ സൈസ് സാധനം വേറെ? ഉത്തമേട്ടൻ കൂടെ വരട്ടെ. അപ്പൊ അടുത്തത് മാമാ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടുമാ? എന്താണ്? ഈ തലയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ തല ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ട് താനേ ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എന്താ സാറാമ്മ മേഡവും പങ്കിയമ്മാവനും ചൊന്ന്? എന്ത്? അതായത് മാമന്റെ തല ഇങ്ങനെ പൊളിച്ചിട്ട് തലച്ചോറ് എടുത്ത് വേറെ വെച്ചിട്ട് വേറെ തലച്ചോറ് വെക്കുന്നു. പിന്നെ ഇത് ഹോട്ടലാണല്ലോ, ചോറ് അങ്ങോട്ട് കൂടെ മാറ്റി വെക്കാൻ. നീ വെറുതെ ആളെ പേടിപ്പിക്കില്ലേ? മനുഷ്യനെ കൂടെ ടെൻഷൻ അടിച്ചിരിക്കേ. ഇനി അപ്പോഴേ ചൊന്നില്ലേ ഇങ്ങനത്തെ മാതിരി ഐഡിയ ഒന്നും വർക്കൗട്ട് ആവൂലെന്ന്? മരതകം, അപ്പൊ ഈ സമയത്ത് നീ വല്ല കൈ ഒഴിയാണോ? പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാനല്ലേ ഇന്ത മാതിരി ഐഡിയ ഒക്കെ മാമ കൊണ്ടുവന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യൂ? തിന്നുമ്പോ കൂടെ നിന്നിട്ട് ഇപ്പൊ മാറിക്കളയണ. അതെ, ഓപ്പറേഷൻ നടത്തിയാലും മാമ രക്ഷപ്പെടില്ലാന്ന് സാറാമ്മ മേഡം ചൊല്ലിയത്. എടി, ഇവിടെ നടക്കണത് ഓപ്പറേഷൻ അല്ല, എന്റെ കൊലപാതകോ. ഞാൻ ഒരു ഐഡിയ ചൊല്ലട്ടുമാ? പറ. മാമ ഉള്ള സത്യം ഇവരെടുത്ത് തുറന്നു പറ. ഞാൻ അവരുടെ സത്യം മുഴുവൻ തുറന്നു കഴിഞ്ഞാൽ അവരുടെ തല തല്ലി പൊളിക്കും. അതിപ്പോ ഓപ്പറേഷന് വേണ്ടിട്ട് മാമ അവിടെ തല എന്തായാലും പൊളിക്കൂലേ? അയ്യോ, അതല്ലെന്ന്. അപ്പൊ അമ്മാവനും ഭാഗ്യമില്ല. എന്താ സംഗതി? അതെ, അച്ഛൻ പറയണ നമ്മുടെ കൊട്ടിലപ്പാട്ട് കൊട്ടാരായിരുന്നെങ്കിലേ അച്ഛന്റെ കാലശേഷം മക്കളിൽ ആര് രാജാവെന്ന് ചോദിക്കായിരുന്നു. അപ്പൊ ചൊവ്വയുള്ള ആരും ഇല്ലാത്രേ. അച്ഛൻ തന്നെ രാജാവായിട്ട് നിൽക്കുള്ളൂ. ഇനി ഇത് കൊട്ടാരം കൂടി ആവണം. നന്നാവും ഇത് കൊട്ടാരം കൂടി ആയാലും. എടാ ചങ്ങാതി, ആ ഷായനെ കണ്ടോ നീ? ഷായനേനെ ഇവിടെ വന്നിട്ടാണ് ചോദിക്കുക. ഇവിടെ വന്ന് നന്ദിനെ ചോദിക്കണം, രമണിനെ ചോദിക്കണം, എന്നെ ചോദിക്കണം. അല്ലാണ്ട് ഷായനെ ഇങ്ങോട്ടൊന്നും വരാറില്ല. വരാറില്ലെന്നോ? ഏത് നേരം നിന്റെ അടുത്ത് ഓരോ പരദൂഷണം പറഞ്ഞതിന്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടല്ലോ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഈ അയലത്തേക്ക് വരാറില്ല അവള്. ഇപ്പഴേ ഏത് നേരം അവള് ഫോണിലാ. ഒരു ഫോൺ വന്നാലേ 1.5 മണിക്കൂറൊക്കെ അമ്പിളിങ്ങിട്ട് അവള് സംസാരിക്കണേ. ഫോണ് താഴെ വെച്ചിട്ടുണ്ട് എങ്ങോട്ട് വരാൻ നേരം. തന്നെയാണല്ലോ എല്ലാവരും പറയണത്. ഇപ്പൊ എവിടെ പോയി കിടക്കുണ്ടാവും? ഞാൻ എല്ലായിടത്തും നോക്കി. അകത്തൊക്കെ നോക്കിയോ? റൂമിലോ? അവരുടെ റൂമിലോ? അവിടെ നോക്കിയില്ലേ? അവിടെ പോയി നോക്കണ്ടേ? റൂമിൽ കയറി ഒരാളിങ്ങനെ കുത്തിയിരിക്കോ? റൂമിൽ നോക്കണം. അവിടെ സ്വകാര്യ സംഭാഷണ അമ്പിളിയിലേറ്റ്.
അതെ. ആ പോയി നോക്കി നോക്ക്. ഇനിയിപ്പൊ രണ്ടാളും കൂടിയിട്ട് ഒളിച്ചോടാനുള്ള പരിപാടി ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അമ്മ പോയി നോക്ക്. എടാ മങ്കി, ഏ ഈ ഷാഹിനെ കണ്ടിട്ട് എന്താണ് ഇത്ര കാര്യം? അത് പാർട്ടി ഓഫീസിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കളിയാ. ഷാഹിനെ പാർട്ടിയിലെടുക്കണ്ടോ? പാർട്ടിയിലെടുക്കേ ഏ? അവളെ ടീ പാർട്ടിയിലേക്ക് എടുക്കാം, അല്ലാണ്ട് പാർട്ടിയിലേക്ക് ചേർത്താൻ പറ്റുമോ? പിന്നെ അമ്മാവൻ പാർട്ടിയുടെ കാര്യം എന്താ പറഞ്ഞല്ലോ? അല്ലടോ, നമ്മുടെ പാർട്ടി ഓഫീസിലേ ആ കേബിളിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്പിളി ഉള്ള സമയത്ത്. ആ. ഞാനപ്പൊ പാർട്ടി ഓഫീസിൽ പറഞ്ഞു നമ്മുടെ അല്ലേ ആ എങ്ങനെ ഞങ്ങളുടെയിലുണ്ട് പദ്ധതിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണക്ഷൻ കൊടുത്തത് അവിടെ. ആ. എന്റെ അപ്പുണ്ണേ എന്തിന് പറയണു, സ്വൈര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇല്ല. എന്ത്? ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആവുകടാ. ആ ഇത് അവളുടെ സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ വന്ന് നേരാക്കിയിരുന്നു. ഇപ്പൊ ആളും വരുന്നില്ല നേരാക്കാൻ. വരണത് ഈ മനോഹരനല്ലേ, എന്താ സ്ഥിതി എന്ന് നമുക്കറിയാലോ. എന്താ ചെയ്യാ? അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിട്ടായിരുന്നേ. ആ അതിന് അവളെ തന്നെ പോയി നോക്ക്. ഞാൻ ഒന്ന് നോക്കി നോക്കാം. റൂമിലുണ്ടാവും, പോയി നോക്ക്. ഈ കേബിള് കട്ടായി കിടക്കണ കാരണം എനിക്ക് അങ്ങോട്ട് പോവാനും പറ്റണില്ലേ. പിന്നെ അമ്മാവൻ കേബിളിനുള്ളിൽ കൂടെയാണോ പോണേ? എന്താ ഈ ചേട്ടൻ പറയുന്നത്? എടാ, ഈ കേബിള് കട്ടായി കിടക്കണ ആളുകളുടെ ചീത്തൊക്കെ ഞാനല്ലേ കേൾക്കണേ. ആ അതാ പറയണത്. അമ്മ പോയി നോക്ക്, റൂമിലുണ്ടാവുള്ളൂ. പോയി നോക്കട്ടെ. കൊട്ടിലപ്പാട്ട രാജാവേ, ഈ കാടിവെള്ളത്തിന്റെ പക്കൊന്ന് പിടിക്കോ? ഈ കൊട്ടാരത്തിലെ പശുക്കൾക്ക് കൊടുക്കാനാ. ആ ഇതാ രാജാവ്. പ്രജകൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല, എന്നിട്ട് രാജാവ് അത്രേ. അവിടെ ഇരുന്നോ, ഞാൻ കൊടുത്തോളാം. ചേച്ചി ഇത് പറ്റിക്കാൻ പറയുന്നല്ല കാര്യമായിട്ടാണ്. നിനക്കറിഞ്ഞിട്ടാ അമ്പ്ലേഡിന് പണ്ടേ ഉണ്ട് ഈ സ്വഭാവം. പാവം അമ്മ എത്ര വട്ടം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടെന്ന് അറിയാമോ സിനിമയ്ക്ക് കൊണ്ടുപോകാന്നിട്ട്. ഇത് കൊണ്ടുപോവില്ല. എന്റെ ചേച്ചി അമ്മയെ പോലാണോ ഞാൻ? അമ്മ എവിടെങ്കിലും കൊണ്ടാകൊള്ളുവോ? അങ്ങനല്ല, അമ്മ എവിടെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ. ഞാനാണീ പാവല്ലേ. അത് മാത്രല്ലടി, ഭയങ്കര ചെലവല്ലേ ഇതിനൊക്കെ. അയ്യോ, ഇതിനങ്ങനെ ചെലവൊന്നും ഇല്ലാന്ന്. 3 മാസത്തേക്ക് വിസിറ്റിംഗ് വിസയിലല്ലേ പോന്നേ, അതിന് വലിയ ചെലവൊന്നും ഇല്ലാന്ന് അമ്മളിക്ക് പറഞ്ഞേ. അങ്ങനെയല്ലല്ലോ, എന്തായാലും ഒരു ചെലവ് ഉണ്ടാവും. അതെ, സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് വേണ്ടി അങ്ങനെ പലതും ചെയ്യും. അതിന് നമ്മളെന്തിനാ വേണ്ടെന്ന് വെക്കണേ? നീ വേണ്ടാന്ന് വെക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്താന്നറിയോടി, ഈ മരുഭൂമിയിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും, നീ കരിഞ്ഞു പോവും. അതിന് ഞാൻ മരുഭൂമിയിലല്ലേ പോണേ, വേറെ റൂം ഉണ്ടാവില്ലേ? അല്ല, അവിടെ പൊതുവെ ചൂടല്ലേ. അത് കുഴപ്പമില്ല, AC റൂമൊക്കെ സെറ്റ് ചെയ്തോളാം അമ്പിളിക്ക് അവിടെ. AC റൂമോ? നീ അധികം ഇങ്ങനെ തുള്ളിച്ചാടൊന്നും വേണ്ടട്ടോ. അല്ല, അമ്പ്ലേണ്ണ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, എന്ത് സംഭവിക്കാലോ. ഒന്നും സംഭവിക്കില്ല, ഷാഹിൻ അങ്ങനെ ഗൾഫിലേക്ക് പോകും. അല്ലടി, ബുദ്ധിപരമായിട്ട് നീ ഇപ്പൊ ചിന്തിക്കണം. എന്താ? ഇപ്പൊ നിനക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല. അപ്പൊ നീ ഇവിടെ നിക്ക, എന്നിട്ട് ഒരു കുട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാ. അപ്പൊ കുട്ടീനെ അവിടെ സ്കൂളിലും ചേർക്കാം, നല്ല സൗകര്യത്തിൽ പഠിപ്പിക്കുകയും ചെയ്യാം. അതാണ് നല്ലത്. എന്റെ മന്ദബുദ്ധി ചേച്ചി, കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി അങ്ങ് പോവില്ലേ? ഇതാവുമ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഗൾഫിൽ മൊത്തം അടിച്ച് പൊളിച്ച് കറങ്ങി എനിക്ക് ഓർക്കാൻ വയ്യ. അത് വേണ്ട, അങ്ങനെയല്ല, നീ ആലോചിച്ചിട്ട് മതി എന്നാ ഞാൻ പറഞ്ഞേ. അതെ, ഇതൊരു ഗോൾഡൻ ചാൻസ് എനിക്ക് കിട്ടും. ഞാനൊന്നും മിസ്സാക്കൂല. ഞങ്ങളെങ്ങനെ ഗൾഫിലേക്ക് പോട്ടെ. ഞാൻ എന്നാലേ അമ്മയോട് പോയി പറയട്ടെ കേട്ടോ. അമ്മയോടൊന്നും ഇപ്പൊ പറയണ്ടോ. ഞാൻ ഇപ്പൊ തന്നെ